ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിസ്തുലനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളേവരെയും വന്ദനം ചെയ്യുവാനായി ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മെ എപ്പോഴും ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അമൂല്യ നിധിയാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ നാം ആദ്യം ആശ്രയിക്കേണ്ടത്, നാം ആദ്യം ഓടിയെത്തേണ്ടത് ദൈവത്തിൻ്റെ മുൻപിലാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനങ്ങളിലാണ്. തീർച്ചയായും ദൈവത്തിൻ്റെ വചനങ്ങൾ വായിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ മനസ്സിലാക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ പ്രാണനെയും തണുപ്പിക്കുന്ന ഒരു അനുഭവം നമ്മളിൽ മേലുണ്ടാക്കും. നാം ബുദ്ധിമുട്ടിലും ദുഃഖത്തിലും എത്രയേറെ വലഞ്ഞാലും, രോഗത്താലും ക്ഷീണത്താലും നാം എത്രയേറെ ദുഃഖിച്ചാലും ദൈവത്തിൻ്റെ വചനം നമ്മെ ആശ്വസിപ്പിക്കും എന്നത് ഏറ്റവും നിശ്ചയമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളെയും തൊടുന്ന രീതിയിലാണ് ദൈവത്തിൻ്റെ വചനം എഴുതപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നുണ്ട്. ഉദാഹരണത്തിന്, നാം പ്രത്യാശ കൈവിട്ട് ഇരിക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ദുഃഖിച്ച് രോഗത്താലോ ദുഃഖത്താലോ ക്ഷീണിച്ച് ഇരിക്കുകയാണ് എങ്കിൽ, ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ ചില വചനങ്ങൾ നമുക്ക് തരുന്ന പ്രത്യാശ അത് വളരെ അധികമായിരിക്കും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമുക്ക് മുൻപേ നടന്നവർ നമുക്ക് വേണ്ടി വഴി തെളിച്ചവരാണ്. നമുക്ക് വേണ്ടി ഒരു പുതിയ വഴി വെട്ടിയവരാണ് നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ. അവരുടെ ജീവിതത്തിൽ അവർ നേരിടേണ്ടി വന്നിരുന്ന എല്ലാ പ്രശ്നങ്ങളെയും, എല്ലാ ബുദ്ധിമുട്ടുകളെയും, കാഠിന്യമേറിയ എല്ലാ പരീക്ഷണങ്ങളെയും അവർ ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് ജീവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ആ വിശ്വാസം എന്ന ആയുധം കൊണ്ട് തന്നെയാണ് നമുക്ക് വേണ്ടി ഒരു നല്ല വഴി അവർ തെളിയിച്ചിരിക്കുന്നത്. നാം ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അനുഭവിച്ച ദുഃഖത്തിൻ്റെ 1% പോലും ഒരുപക്ഷെ ഇന്ന് നാം അനുഭവിക്കുന്നില്ല. എന്നിരുന്നാലും എന്തുകൊണ്ട് അവർ കാണിച്ച അതേ വിശ്വാസവും പ്രത്യാശയും നമ്മുടെ ജീവിതങ്ങളിലേക്ക് വരുന്നില്ല എന്നത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് മുൻപേ നടന്ന സാധാരണക്കാരനായ ഒരു വ്യക്തിയുടെ ജീവിതത്തെ പറ്റിയാണ് നാം ഇപ്പോൾ പഠിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും വഴി നടത്തുകയും ധൈര്യപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന സ്വർഗസ്വനായ പിതാവേ, സാധാരണക്കാരനായ ഇയ്യോബിൻ്റെ ജീവിതത്തെക്കുറിച്ച് അടിയങ്ങൾ പഠിക്കുമ്പോൾ, ഇയ്യോബിൻ്റെ വിശ്വാസവും പ്രത്യാശയും അടിയങ്ങളുടെ ജീവിതത്തിലേക്ക് അതേപടി പകർത്തുവാൻ നീ അടിയങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അടിയങ്ങൾ പഠിക്കുമ്പോൾ അങ്ങയുടെ കർത്താവെ, അങ്ങയുടെ തിരുകൃപയും സാന്നിധ്യവും എപ്പോഴും അടിയങ്ങളുടെ ഒപ്പം ഇരിക്കണം. കർത്താവെ, ഇത് കാണുന്ന ഓരോ വിശ്വാസി ഹൃദയങ്ങളെയും എൻ്റെ ദൈവം ഇന്ന് സന്ദർശിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതങ്ങളെ ശക്തിപ്പെടുത്തുവാൻ പോകുന്ന പ്രത്യാശയും വിശ്വാസവും നീ ഇന്ന് അവർക്ക് പകർന്നു കൊടുക്കുമാറാകണം. സകല മാനവും മഹത്വവും യേശുക്രിസ്തുവിനുള്ളത് എന്ന് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ വചനം ഇയ്യോബ് എന്ന ഒരു മനുഷ്യനെ നമുക്ക് പരിചയപ്പെടുത്തുന്നു. ദൈവിക വചനം പഠിക്കുമ്പോൾ പ്രത്യാശയുടെ പ്രതീകമായിട്ട്, അല്ലെങ്കിൽ പ്രത്യാശയുടെ ഒരു പര്യായ പദമായിട്ട് നമുക്ക് ഉയർത്തിക്കാണിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഇയ്യോബ്. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ദുഃഖവും ദുരിതവും നിരാശയുമെല്ലാം വന്നപ്പോൾ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇതെല്ലാം ഒരിക്കൽ മാറും എന്നുള്ള ഒരു പ്രത്യാശ വെച്ചുകൊണ്ട് ജീവിച്ച ഒരു വ്യക്തിയാണ് ഇയ്യോബ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സാധാരണക്കാരനായ ഓരോ വ്യക്തിയുടെയും പ്രതീകമാണ് ഇയ്യോബ്. നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടും ദുഃഖങ്ങളും വരുമ്പോൾ ഒരുപക്ഷെ നാം ദൈവത്തിന് എതിരെ പിറുപിറുക്കുമായിരിക്കും. ഒരുപക്ഷെ നാം ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങളെയും മറന്ന് അവനെ മറുതലിക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നാൽ നമുക്ക് ഇയ്യോബിൻ്റെ വചനം പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇയ്യോബിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ എങ്ങനെ പ്രശ്നങ്ങളെ അതിജീവിക്കാം, എത്രത്തോളം സഹിച്ച് ക്ഷമിച്ച് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാമെന്ന് ഇയ്യോബിൻ്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം ഇയ്യോബിനെ പറ്റി ഇപ്രകാരം ഒരു സാക്ഷ്യം പറയുന്നു. ഊസ് ദേശത്ത് ഇയ്യോബ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അതിനുശേഷം ദൈവത്തിൻ്റെ വചനം ഇയ്യോബിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഇപ്രകാരം പറയുകയാണ്. ഊസ് ദേശത്ത് ജീവിച്ചിരുന്ന ഇയ്യോബ് എന്ന് പറയുന്ന ഈ വ്യക്തി, അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തിയുള്ളവനും ദോഷം വിട്ട് അകലുന്നവനും ആയിരുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇയ്യോബിനെ പറ്റി ദൈവം ഇപ്രകാരം സാക്ഷ്യം പറയുന്നു. അവൻ നിഷ്കളങ്കനായിരുന്നു, അവൻ കളങ്കരഹിതനായിരുന്നു.
അവൻ നേരുള്ളവനായിരുന്നു. അവൻ ദൈവത്തിൻ്റെ ഒരു വലിയ ഭക്തനായിരുന്നു. ദൈവത്തിൻ്റെ ഭക്തി ജീവശ്വാസം പോലെ മുറുകെ പിടിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇയ്യോബ്. അതിനുശേഷം പറയുന്നു, അവൻ ദോഷം വിട്ട് അകലുന്നവൻ കൂടിയായിരുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് നമ്മുടെ ജീവിതം എങ്ങനെയാണ്? നമ്മുടെ ജീവിതത്തെപ്പറ്റി ദൈവത്തിന് ഇത്രയും മഹത്തായ ഒരു സാക്ഷ്യം പറയാനുണ്ടോ? സ്വർഗത്തിൽ നിന്ന് എന്നെയും നിങ്ങളെയും സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ദൈവത്തിന് ഈ വ്യക്തി അല്ലെങ്കിൽ ഈ മനുഷ്യൻ നേരുള്ളവനാണ്, അവൻ ദോഷം വിട്ട് അകലുന്നവനാണ്, അവൻ നിഷ്കളങ്കനാണ്, അവൻ എൻ്റെ ഒരു ഭക്തനാണ് എന്ന് പറയുവാൻ ദൈവത്തിന് സാധിക്കുന്നുണ്ടോ? അത്തരത്തിൽ ഒരു ജീവിതം നാം ഇന്ന് നയിക്കുന്നുണ്ടോ? അങ്ങനെ ഇല്ല എങ്കിൽ ഇയ്യോബിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ഇത് മാത്രമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിങ്ങൾ നേരുള്ളവനായിരിക്കണം. നിങ്ങൾ ദോഷം വിട്ട് അകലുന്നവനായിരിക്കണം. നിങ്ങൾ ദൈവത്തിൻ്റെ ഭക്തി മുറുകെ പിടിക്കണം. നിങ്ങളൊരു നിഷ്കളങ്കനായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതിനുശേഷം വായിക്കുമ്പോൾ ഇയ്യോബിൻ്റെ സമ്പത്തിനെ പറ്റി ദൈവത്തിൻ്റെ വചനം ഇവിടെ പറയുന്നുണ്ട്. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. അവന് 7000 ആടും 3000 ഒട്ടകവും 500 ഏർ കാളയും 500 പെൺകഴുതയുമായി പിന്നെ ധാരാളം ദാസ്യ സമ്പത്തും ഉണ്ടായിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അങ്ങനെ അവൻ സകല പൂർവ്വ ദിഗ്വാസികളിലും ഒരു മഹാനായിരുന്നു. സകല പൂർവ്വ ദിഗ്വാസികളിലും മഹാനായ ഇയ്യോബിൻ്റെ ചരിത്രമാണ് ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത്. നമുക്ക് മുൻപേ പ്രത്യാശയുടെ പാതയിൽ നടന്ന ഇയ്യോബ് എന്ന വ്യക്തി നമുക്ക് ഒരു വലിയ ദൃഷ്ടാന്തമാണ്. അവൻ നേരുള്ളവനായിരുന്നതുകൊണ്ട്, അവൻ നിഷ്കളങ്കനായിരുന്നതുകൊണ്ട്, അവൻ ദോഷം വിട്ട് അകലുന്നവൻ ആയിരുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ സകല ദിക്കുകളിലും ഒരു വലിയ മഹാൻ ആയിരുന്നു. സകല പൂർവ്വ ദിഗ്വാസികളിലും മഹാനായ ഒരു വ്യക്തിയായിട്ടാണ് ദൈവത്തിൻ്റെ വചനം ഇയ്യോബിനെ പരിഗണിക്കുന്നത്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യം ഇപ്രകാരം പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡ രക്തങ്ങളോട് അല്ല. അപ്പോസ്തലനായ പൗലോസ് ഒരു കാര്യം വ്യക്തമായി തെളിച്ചു പറയുകയാണ്. നമ്മുടെ പോരാട്ടം അല്ലെങ്കിൽ നാം എതിര് ഇടുന്നത് അത് ജഡങ്ങളോടല്ല, അല്ലെങ്കിൽ ജഡ രക്തങ്ങളോടല്ല. ശേഷം പറയുന്നു, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർഗലോകത്തിലെ ദുഷ്ടാത്മ സേനയോടുമത്രേ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നാം നമ്മുടെ ജീവിതത്തിൽ പോർ അടിക്കുന്നത്, നാം നമ്മുടെ ജീവിതത്തിൽ എതിരിടുന്നത് നമ്മുടെ സഹജീവികളോട് അല്ല, മറിച്ച് ദുഷ്ടാത്മ സേനയോട് അത്രേ. നമുക്ക് പോരാട്ടമുള്ളത് പിശാചിനോടാണ്. നമുക്ക് പോരാട്ടമുള്ളത് സാത്താനോടും അവൻ്റെ കൂട്ടാളികളോടും ആണ്. അത്തരത്തിൽ സാത്താനോട് മല്ലടിച്ച്, അത്തരത്തിൽ ദുഷ്ടാത്മസേനയോട് മുഴുവൻ മല്ലടിച്ച് പൊരുതി ജയിച്ച ഒരു ജീവിതമാണ് ഇയ്യോബിൻ്റെ ജീവിതമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് ഇയ്യോബിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ അവനെ സാത്താൻ പരീക്ഷിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം ഇപ്രകാരം പറയുന്നു, യഹോവ സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട് ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു. ഒരിക്കൽ യഹോവയുടെ സന്നിധിയിൽ സാത്താൻ പോകുന്നു. അപ്പോൾ ദൈവം ചോദിക്കുന്നു, നീ എവിടെ നിന്ന് വരുന്നു? അപ്പോൾ സാത്താൻ ഇപ്രകാരം മറുപടി പറയുന്നു, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു. അപ്പോൾ യഹോവ സാത്താനോട് ചോദിക്കുകയാണ്, നീ എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? സാത്താനെ, നീ എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നിന്റെ കണ്ണു വെച്ചുവോ എന്ന് സാത്താനോട് ദൈവം ചോദിക്കുന്നു. അതിനുശേഷം പറയുന്നു, വീണ്ടും ഒരു സാക്ഷ്യം, അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ട് അകലുന്നവനും ഭൂമിയിൽ ആരും ഇല്ലല്ലോ. ഈ ഭൂമിയിലെ തന്നെ ഒരു മഹാനായ വ്യക്തിത്വമായിരുന്നു ഇയ്യോബിൻ്റേത് എന്ന് ദൈവം തന്നെ സാക്ഷ്യം പറയുന്നു. അപ്പോൾ സാത്താൻ അവൻ്റെ കുശാഗ്ര ബുദ്ധി പ്രയോഗിക്കുകയാണ്. അവനിപ്രകാരം ദൈവത്തോട് പറയുകയാണ്, അതിന് സാത്താൻ യഹോവയോട്, വെറുതെയാണോ ഇയ്യോബ് ഒരു യഹോവ ഭക്തനായിരിക്കുന്നത്? സാത്താൻ ചോദിക്കുകയാണ്, യഹോവേ, വെറുതെയാണോ ഇയ്യോബ് അങ്ങയുടെ ഒരു വലിയ ഭക്തനായിരിക്കുന്നത്? നീ അവൻ്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും ഒരു വേലി കെട്ടിയില്ലയോ? നീ അവൻ്റെ സകല സമ്പത്തിനും അവൻ്റെ ഭവനത്തിനും ചുറ്റും ഒരു വേലി കെട്ടി നീ അവനെ തിരിച്ചിരിക്കുവല്ലേ?
നീ അവനെ സുരക്ഷിതമായി പാർപ്പിച്ചിരിക്കുകയല്ലേ? നീ അവൻ്റെ കൈകളുടെ പ്രവൃത്തിയെല്ലാം അനുഗ്രഹിച്ചിരിക്കുകയല്ലേ? അതുകൊണ്ടാണ് അവൻ നിൻ്റെ ഒരു ഭക്തനായിരിക്കുന്നത് എന്ന് സാത്താൻ യഹോവയോട് പറയുന്നു. അതിനുശേഷം പറയുന്നു, തൃക്കൈ നീട്ടി നീ അവന് ഉള്ളത് ഒക്കെയും ഒന്ന് തൊടുക. യഹോവേ, നീ നിൻ്റെ തിരുക്കരം നീട്ടി അവനുള്ള സമ്പത്തിനെയും അവനുള്ള സകലതിനെയും ഒന്ന് തൊടുക. അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ച് പറയും. യഹോവയെ വെല്ലുവിളിച്ചുകൊണ്ട് സാത്താൻ പറയുകയാണ്, നീ തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക. അവൻ നിൻ്റെ മുഖത്ത് നോക്കി അവൻ്റെ ഭക്തി വലിച്ചെറിഞ്ഞ് നിന്നെ ത്യജിച്ച് പറയും. ഒരുപക്ഷെ സാത്താൻ വിചാരിച്ചിരിക്കും സാത്താൻ്റെ പരീക്ഷണങ്ങളിൽ ഇയ്യോബ് വീഴുമെന്ന്. സാത്താൻ്റെ പരീക്ഷണങ്ങളിൽ ഇയ്യോബ് വശംവദനാകുമെന്ന് ഒരു മിഥ്യാധാരണ ഈ സാത്താന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സാത്താൻ ഇപ്രകാരം യഹോവയോട് പറയുന്നത്, നീ തൃക്കൈ കൊണ്ട് അവൻ്റെ സമ്പത്തിനെയും അവനുള്ള എല്ലാത്തിനെയും ഒന്ന് തൊടുക. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇയ്യോബിൻ്റെ ജീവിതത്തിൽ സാത്താൻ ആദ്യം ഇയ്യോബിൻ്റെ സമ്പത്തിനെയും വസ്തുവകകളെയും നശിപ്പിക്കുന്നതിലൂടെ പരീക്ഷിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 21-ാം വാക്യം പറയുന്നു, നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ ഞാൻ മടങ്ങിപ്പോകും. അതിനുശേഷം പറയുകയാണ്, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവനുള്ള സകലതും നഷ്ടപ്പെട്ടപ്പോൾ, അവൻ്റെ സമ്പത്തും അവൻ്റെ പുത്രന്മാരും അവൻ്റെ പുത്രിമാരും അങ്ങനെ എല്ലാം നഷ്ടപ്പോഴും ദൈവത്തെ മറുതലിക്കാതെ ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ഇയ്യോബ് പറയുകയാണ്, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചോദ്യം ഇതാണ്, നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടപ്പാട് വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഒരു നഷ്ടം വരുമ്പോൾ നാം എങ്ങനെയാണ് ദൈവത്തോട് പ്രതികരിക്കുന്നത്? ഇയ്യോബിൻ്റെ ഈ മനോഭാവം നമ്മളിൽ ഉണ്ടോ എന്ന് നാം ചിന്തിക്കണം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇവയിൽ ഒന്നിനും ഇയ്യോബ് തൻ്റെ യഹോവയെ, തൻ്റെ ദൈവത്തെ മറുതലിച്ചില്ല, തൻ്റെ ദൈവത്തിന് എതിരെ പിറുപിറുത്തില്ല. മറിച്ച് അവൻ പറഞ്ഞത്, യഹോവ തന്നതാണ് എല്ലാം, അതുകൊണ്ട് യഹോവയ്ക്ക് എടുക്കുവാനുള്ള അധികാരവുമുണ്ട്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇയ്യോബ് പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം ഈ ഒരു മനോഭാവം തന്നെയാണ്. പൂർണ്ണമായി ആശ്രയിക്കുക ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വയ്ക്കുക എന്നുള്ള മഹത്തരമായ ഒരു പാഠമാണ് ഇയ്യോബ് നമുക്ക് വേണ്ടി പഠിപ്പിക്കുന്നത്. അപ്പോൾ സാത്താൻ അവിടെ പരാജയപ്പെട്ടു. ഇയ്യോബ് ദുഷ്ടാത്മ സേനയ്ക്ക് മേൽ വിജയം കണ്ടിരിക്കുന്നു. ഒന്നാമത്തെ പരീക്ഷണത്തിൽ സാത്താൻ അവിടെ പരാജയപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വീണ്ടും സാത്താൻ ഇയ്യോബിനെ പരീക്ഷിക്കുന്നതായിട്ട് 2-ാം അധ്യായം നമ്മോട് അറിയിക്കുന്നു. 2-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം, സാത്താൻ യഹോവയോട്, ത്വക്കിന് പകരം ത്വക്ക്, മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തൻ്റെ ജീവന് പകരം കൊടുത്തു കളയും. ഒരിക്കൽ കൂടി യഹോവയുടെ സന്നിധിയിൽ സാത്താൻ ചെന്നപ്പോൾ യഹോവ ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? സാത്താൻ പറഞ്ഞു, ഞാൻ ഭൂമിയിലൊക്കെയും ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു. നീ എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? അപ്പോൾ സാത്താൻ പറയുകയാണ്, ത്വക്കിന് പകരം ത്വക്ക്, മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തൻ്റെ ജീവന് പകരം കൊടുക്കും. നീ ഇപ്പോൾ നിൻ്റെ തൃക്കൈ നീട്ടി അവൻ്റെ അസ്ഥിയും മാംസവും ഒന്ന് തൊടുക. ഇയ്യോബിന് വീണ്ടും സാത്താൻ പരീക്ഷിക്കുകയാണ്. ഈ പ്രാവശ്യം അവൻ്റെ സമ്പത്തിനെയോ മറ്റ് ഒന്നിനെയുമല്ല, മറിച്ച് ഇയ്യോബിൻ്റെ ശരീരത്തെ വെച്ചുകൊണ്ട് തന്നെ സാത്താൻ വിലപേശുകയാണ്. യഹോവ പറയുന്നു, നീ അവൻ്റെ അസ്ഥിയിലൊന്ന് തൊട, നീ അവൻ്റെ ശരീരത്തിൽ ഒന്ന് തൊട്. ത്വക്കിന് പകരം ത്വക്ക്, ജീവന് പകരം മനുഷ്യൻ എല്ലാം നൽകും. പക്ഷേ അവൻ്റെ ജീവന് എന്തെങ്കിലും സംഭവിച്ചാൽ, അല്ലെങ്കിൽ അവൻ്റെ ശരീരത്തിന് വേദനിച്ചാൽ മനുഷ്യൻ്റെ സ്വഭാവം മാറും. അപ്പോൾ അവൻ നിൻ്റെ മുഖത്ത് നോക്കി അവനെ ദൈവത്തെ ത്യജിക്കും എന്ന് സാത്താൻ പറയുന്നു. യഹോവ പറയുന്നു, നീ പരീക്ഷിക്കവനെ. യഹോവ വീണ്ടും സാത്താന് ഇയ്യോബിനെ പരീക്ഷിക്കുവാനുള്ള ഒരു അനുവാദം കൊടുത്തുവെന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതിൻ്റെ ഫലമാണ് ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം, അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ട് ഇയ്യോബിനെ ഉള്ളംകാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അങ്ങനെ യഹോവയുടെ സന്നിധി വിട്ട് പുറത്തു വന്ന സാത്താൻ അവൻ ഇയ്യോബിനെ അവൻ്റെ ഉള്ളംകാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു.
പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഒരു വല്ലാത്ത അസുഖം, കാഠിന്യമേറിയ ഒരു പരീക്ഷണം തന്നെയാണിത്. ഉള്ളങ്കാൽ മുതൽ നെറുക് വരെ പരുക്കളാൽ സാത്താൻ ഇയ്യോബിനെ ബാധിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇയ്യോബ് ഒരു ഓട്ടിൻ കഷ്ണം എടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു. എത്രത്തോളം ഭീകരമായ ഒരു അവസ്ഥയായിരിക്കും അത്. അടിമുടി അസുഖം, അടിമുടി പരുക്കളാൽ അടിമുടി വ്രണങ്ങൾ വരുന്നു, അതിൽ നിന്ന് പുഴുക്കൾ പുറത്തു വരുന്നു. അപ്പോൾ ഇയ്യോബ് ഒരു ഓട്ടിൻ കഷ്ണം എടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിൽ ഇരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അപ്പോഴാണ് സാത്താൻ ഇയ്യോബിനെ നശിപ്പിക്കുവാൻ വേണ്ടി മറ്റൊരു ആയുധം കൂടി പുറത്തെടുക്കുന്നത്. അത് മറ്റാരുമില്ല, ഇയ്യോബിൻ്റെ സഹധർമ്മണി തന്നെയായിരുന്നു. അല്ലെങ്കിൽ ഇയ്യോബിൻ്റെ ഭാര്യയിലൂടെ ഇയ്യോബിൻ്റെ വിശ്വാസത്തെയും പ്രത്യാശയെയും നശിപ്പിക്കുവാൻ സാത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ 2-ാം അധ്യായം 9-ാം വാക്യം ഇപ്രകാരം പറയുന്നു, അപ്പോൾ ഇയ്യോബിൻ്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് ഇരിക്കുന്നുവോ? ഭാര്യ ചോദിക്കുകയാണ്, ഇയ്യോബേ, നീ ഇനിയും നിന്റെ ഭക്തി നീ മുറുകെ പിടിച്ചുകൊണ്ട് ഇരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളക. ഭാര്യ പറയുകയാണ്, ഇയ്യോബേ, നീ ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ്, അല്ലെങ്കിൽ ദൈവത്തെ ശപിച്ച് നീ മരിച്ചു കള. സാത്താൻ ഇയ്യോബിൻ്റെ ഭാര്യയിലൂടെ ഇയ്യോബിനെ പരീക്ഷിക്കുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രിയ പത്നിമാർ, അവരെപ്പോഴും ദുഃഖത്തിലും ദുരിതത്തിലും തൻ്റെ ഭർത്താക്കന്മാരോട് കൂടെ നിൽക്കേണ്ടവരാണ്. എന്നാൽ ഇയ്യോബിൻ്റെ കാര്യത്തിൽ ഇയ്യോബ് നിർഭാഗ്യവാനായിരുന്നു. തനിക്ക് ഒരു കഷ്ടകാലം വന്നപ്പോൾ, തനിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ, തനിക്ക് മാനസികമായും ശാരീരികമായും ഒരു തുണ, ഒരു പിന്താങ്ങൽ ആവശ്യമായി വന്നപ്പോൾ ഇയ്യോബിൻ്റെ ഭാര്യ വളരെ നിഷേധാത്മകമായിട്ടാണ് ഇയ്യോബിനോട് പ്രതികരിക്കുന്നത്. ഇയ്യോബിൻ്റെ ഭാര്യ പറയുകയാണ്, നീ നിൻ്റെ ഭക്തി ത്യജിച്ചു കളഞ്ഞ് ദൈവത്തെ ശപിച്ച് മരിച്ച് കളയുക. ആ സമയത്തും ഇയ്യോബിൻ്റെ പ്രത്യാശയും വിശ്വാസവും നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അപ്പോൾ ഇയ്യോബ് അവളോട്, നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നു. നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ? ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അപ്പോൾ ഇയ്യോബ് ഭാര്യയോട് പറഞ്ഞു, നീ എന്തിനാണ് ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നത്? നാം ദൈവത്തിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നുണ്ടല്ലോ, നാം ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ കൈക്കൊള്ളുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് നമുക്ക് തിന്മയും കൈക്കൊണ്ടുകൂടാ? ദൈവം നൽകുന്നത് എന്തും ഇരു കൈയും നീട്ടി സ്വീകരിക്കുവാനുള്ള ഒരു വിശാലമായ മനസ്സിൻ്റെ ഉടമയായിരുന്നു ഇയ്യോബ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് സ്വന്തം ഭാര്യ പോലും എതിർത്തപ്പോഴും, അതുകൊണ്ടാണ് സ്വന്തം ഭാര്യ പോലും മരിക്കുവാൻ പറഞ്ഞ് ശകാരിച്ചപ്പോഴും ശാസിച്ചപ്പോഴും ഇയ്യോബ് ഇത്തരത്തിൽ ദൈവത്തിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നാം ഇന്ന് എങ്ങനെയാണ്? നമ്മുടെ ജീവിതത്തിൽ ഒരു അസുഖം വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നാം ദൈവത്തെ തള്ളി പറയുന്നവരാണോ? ഇയ്യോബിൻ്റെ കാര്യത്തിൽ അവന് സമ്പത്ത് നശിച്ചു, അവൻ്റെ പുത്രന്മാരും പുത്രിമാരും അങ്ങനെ അവൻ്റെ സന്താനങ്ങളെല്ലാം നശിച്ചു. അപ്പോഴും ഇയ്യോബ് ദൈവത്തെ തള്ളി പറഞ്ഞില്ല. ഇയ്യോബ് പറഞ്ഞത്, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശേഷം ഇപ്പോൾ ഇയ്യോബിൻ്റെ സ്വന്തം ശരീരം തന്നെ ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണ്, അവൻ്റെ സ്വന്തം ത്വക്ക് തന്നെ നശിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഇയ്യോബ് പറയുന്നത്, ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നാം ദൈവത്തെ മുറുകെ പിടിക്കേണ്ടത് ആവശ്യകരമാണ്. നമുക്ക് ഒരു വേദന വരുമ്പോൾ, നമുക്ക് ഒരു കഷ്ടപ്പാട് വരുമ്പോൾ അതിനെല്ലാം ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാനുള്ള ഒരു അവസരമായി നാം ഉപയോഗിക്കണം. ഇയ്യോബിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്, ഇയ്യോബിന് ഓരോ പരീക്ഷണങ്ങൾ വന്നപ്പോഴും ആ പരീക്ഷണങ്ങളെ ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാനുള്ള ആയുധങ്ങളാക്കി ഇയ്യോബ് മാറ്റി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. നമുക്ക് വായിക്കാം ഇയ്യോബിൻ്റെ പുസ്തകം, അതിൻ്റെ 19-ാം അധ്യായം 25 മുതൽ ഉള്ള വാക്യങ്ങൾ. അവിടെ ഇപ്രകാരം ഇയ്യോബ് പറയുകയാണ്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുന്നുവെന്നും ഞാൻ അറിയുന്നു. ദൈവത്തിലുള്ള പ്രത്യാശയെ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ്റെ ജീവിതത്തിലെ അവസാന സമയമെന്ന് അവൻ വിചാരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ പോലും ഇയ്യോബ് പറയുകയാണ്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും ഒടുവിൽ അവൻ പൊടിമേൽ നിൽക്കുന്നുവെന്നും ഞാൻ അറിയുന്നു.
യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ പറ്റി ഇയ്യോബ് ഇവിടെ പ്രസ്താവിക്കുകയാണ്. യേശുക്രിസ്തുവിനെ നമ്മെ വീണ്ടെടുക്കുവാനായിട്ടുള്ള യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ പറ്റി ക്രിസ്തുയേശുവിനും അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന സാധാരണക്കാരനായ ഇയ്യോബ് ഇപ്രകാരം പ്രവചിക്കുകയാണ്: എന്നെ വീണ്ടെടുക്കുവാൻ പോകുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒരു നാൾ പൊടിമേൽ നിൽക്കുന്നുവെന്നും ഞാൻ അറിയുന്നു. അതിനുശേഷം 100% പ്രത്യാശയായി 100% വിശ്വാസത്തോടെ ശുഹ്യനായ എലീഹുവിനോട് ഇപ്രകാരം യോബ് പറയുകയാണ്: എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷവും ദേഹസഹിതനായി ഞാൻ ദൈവത്തെ കാണും. ആമേൻ. യോബ് പറയുകയാണ്, എൻ്റെ ത്വക്ക് ഇങ്ങനെ വ്രണങ്ങളാൽ ഇങ്ങനെ പരുക്കളാൽ നശിച്ചാലും ഞാൻ ദേഹസഹിതനായി എൻ്റെ ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണ് അവനെ കാണും. ആമേൻ. എത്രത്തോളം പ്രത്യാശ നിറഞ്ഞതായിരുന്നു ഇയ്യോബിൻ്റെ ജീവിതം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഞാൻ വിശ്വസിക്കുന്നു ഈ വാക്കുകൾ ഇയ്യോബിൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുമ്പോഴാണ്, ഇയ്യോബിൻ്റെ അധരങ്ങളിൽ നിന്ന് ഈ പ്രത്യാശ നിർഭരമായ വാക്കുകൾ വരുമ്പോൾ അവൻ്റെ മുഖം തീർച്ചയായും 10 മടങ്ങ് ശോഭിച്ചിരിക്കണം. യേശുക്രിസ്തുവിലുള്ള പ്രത്യാശ നമ്മുടെ മുഖങ്ങളെ ശോഭിക്കുമാറാക്കും, നമ്മുടെ ജീവിതങ്ങളെ വെളിച്ചപൂരിതമാക്കും. അത്തരത്തിൽ ഒരു പ്രകാശത്തിൽ നിന്നുകൊണ്ടാണ് ഇയ്യോബ് ഇപ്രകാരം പ്രത്യാശ വെച്ച് ഈ പ്രസ്താവന നടത്തുന്നത്: എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഒരു നാൾ അവൻ പൊടിമേൽ നിൽക്കും. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷവും ഞാൻ ദേഹസഹിതനായി എൻ്റെ ദൈവത്തെ കാണും. അന്യ കണ്ണാലല്ല, എൻ്റെ സ്വന്തം കണ്ണാൽ തന്നെ കാണും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് എൻ്റെ പ്രാർത്ഥന, നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ പ്രാർത്ഥനയും ആശംസയും ഇതാണ്: നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ഒരു പ്രത്യാശ വരട്ടെ. പ്രതികൂലമായ ഏത് അവസരത്തിലും, പ്രതികൂലമായ ഏത് സാഹചര്യത്തിലും നിങ്ങളുടെ മുൻപിൽ പ്രശ്നങ്ങൾ ജോർദാൻ നദി പോലെ കര കവിഞ്ഞ് ഒഴുകിയാലും ആ നദിക്ക് ഇക്കരെ നിന്ന് പറയുവാൻ സാധിക്കണം: എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കുവാൻ സാധിക്കും. സക്കറിയ പ്രവചനം 4-ാം അധ്യായം 7-ാം വാക്യം ഇപ്രകാരം പറയുന്നു: സെരൂബാബേലിൻ്റെ മുൻപിലുള്ള മഹാപർവ്വതമേ നീ നീ ഒരു സമഭൂമിയായി തീരും, അതിന് കൃപ എന്ന ആർപ്പോട് കൂടിയവൻ ആണിക്കല്ല് കയറ്റും. ദൈവത്തിൽ നാം പ്രത്യാശ വെക്കുകയാണെങ്കിൽ അവൻ നമ്മെ അവൻ്റെ കൃപയുടെ കീഴിലാക്കും. അങ്ങനെ നാം അവൻ്റെ കൃപയുടെ കീഴിലാണെങ്കിൽ നമുക്ക് മുൻപിലുള്ള ഏത് മഹാപർവ്വതങ്ങളും അത് സമഭൂമിയായി തീരും. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മുൻപിൽ ഒന്നുമല്ലാതായി തീരും. പക്ഷേ നാം ദൈവത്തിൽ പ്രത്യാശ വെക്കണം. ഇയ്യോബിൻ്റെ ഈ പ്രത്യാശ അതുപോലെ അക്ഷരം പ്രതി നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താം. ആ പ്രത്യാശ തീർച്ചയായും എന്നെയും നിങ്ങളെയും സ്വർഗത്തിലേക്ക് എത്തിക്കും. ഒരിക്കലാ യേശുക്രിസ്തു അതിവേഗം വരുമ്പോൾ, 1000 ദൂതന്മാരായി എന്നെയും നിങ്ങളെയും വീണ്ടും ചേർത്തുകൊള്ളാൻ വരുമ്പോൾ ഇതേ പ്രത്യാശ നമ്മളെ അവനോടൊപ്പം ജീവിക്കുവാൻ പ്രാപ്തരാക്കും. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗസ്ഥനായ പിതാവേ, 100% പ്രത്യാശയോടെ ഈ നിമിഷം കർത്താവേ അങ്ങയുടെ മുൻപിലേക്ക് അടിയങ്ങൾ വരുന്നു. ആ പ്രത്യാശയും അടിയുറച്ച്, വിശ്വാസത്തിൽ അടിയുറച്ച് അനുസരണത്തോടെ ജീവിക്കുവാൻ നീ അടിയങ്ങളെ സഹായിക്കുമാറാകണം. അങ്ങനെ ആകുന്നുവെങ്കിൽ ഒരു നാൾ മധ്യാകാശത്തിൽ നിന്ന് വരുമ്പോൾ നിന്നോടൊപ്പം ഒരു വലിയ ആയുസ്, അനന്തമായ ആയുസ് ജീവിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുമല്ലോ. സകല മാനവ മഹത്വം അങ്ങെടുക്കണം. എല്ലാം യേശുവിൻ്റെ ശക്തിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ.